പറ ഇത് ആടക്ക് ഒറ്റ മിനിറ്റ് ഇത് ആരാന്ന് ഇത് എന്റെ തലയിൽ ഇട്ടെന്നുള്ള കാര്യം എനിക്ക് അറിയണം. ഇത് ആരാന്ന് എന്റെ തലയിൽ ഇട്ടത്? ഒരുത്തൻ പറയുന്നു ഇവനാന്ന്, വേറൊരുത്തൻ പറയുന്നു ഇവനാന്ന്. ഇത് ആരാന്ന് എന്റെ തലയിൽ ഈ പ്രശ്നം ഇട്ടെന്നത്? ഒരു പെണ്ണ് എന്റെ പേര് കരഞ്ഞു, ഇവനെ സീനാക്കി, ഇവന് കേറി കളിക്കാൻ പറ്റില്ല, ഇതെല്ലാം പറഞ്ഞത് ആരാ? എന്താണ് എടാ നാറി? പറ. എടാ ഈ നാറിനെ കട്ട് ചെയ്യും ഞാൻ കേട്ടോ. ഇവൻ ഫണ്ണാക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. പറ എടാ ഞാൻ ഇതിന്റെ കോളില് കട്ട് ചെയ്യുവേ. പറ. ഇതാ മാക്ക് പറഞ്ഞതാ നീ പറഞ്ഞത്. നീ ഇപ്പം വിഷയം മാറ്റല്ല, മാക്ക് പറഞ്ഞതാ നീ പറഞ്ഞത്. എടാ ആളെ കിട്ടി. ഈ നായിന്റെ മോനെ എന്നെ കൊടുക്കാൻ വേണ്ടി നോക്കിയത്. പിന്നെ ആളാര്? സംഭവം ഞാൻ പറഞ്ഞുതരാം. സംഭവം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആ സംഭവം പറയുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നീ കാണണം. ഈ പുച്ചും പളിയും അല്ലാണ്ട് ഇവിടെ സീരിയസ് കാര്യം നടക്കുന്നു. നിന്റെ പുച്ചും പളിയും തീട്ട കേസും ഇവിടെ വന്നിട്ട് സംസാരിക്കല്ല. ഞാനൊരു കാര്യം പറയട്ടെ. അടുത്ത പുച്ചായിരിക്കും. വർക്കല ബീച്ചിന്റെ ഫ്രണ്ടിൽ ഒരു റിസോർട്ടിലാണ് നമ്മളുള്ളത്. സീൻ വ്യൂ, സീൻ ആൾക്കാർ, ശരിക്കും തായ്ലൻഡ് പോയ പോലത്തെ സ്ട്രീറ്റാണ്. ഞാൻ വന്നിട്ടല്ല, അവൻ എന്നോട് പറയണ്ട. അത് വിട്, ആ സംഭവം വിട്. കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ പൊളിച്ചോ, എനിക്ക് അത് വേണ്ട, എനിക്ക് ഇത് മതി. നിങ്ങൾ പറ, സീൻ പറ മേക്കേ. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, മാക്ക് എന്ന് പറയുന്ന വിശപ്പാമ്പിനാ. അതിനെ കാണുമ്പോ തന്നെ ആ ലുക്ക് ഉണ്ട്, വിശപ്പാമ്പിന്റെ ലുക്ക് ഇവനെ കാണുമ്പോ തന്നെ ഉണ്ട്. ഇത് ജാസിന്ന് മാറിയിട്ട് മാക്കിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പൊ മാക്കല്ലേ ഇതിന്റെ ആള്? മാക്കല്ലേ? ഓക്കെ, ഞാൻ കാര്യങ്ങൾ പറയാം. അതായത് ഞാൻ ഇന്നലെ റഫീഖാന്റെ വീട്ടിൽ നിന്ന് നല്ല സമാധാനത്തില് ബിരിയാണി നെയ്ച്ചോറ് ഇറച്ചിക്കറി തിന്നാണ്. അപ്പാന്ന് തോന്നി ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ വന്നതിന് ശേഷം ഇത് പറഞ്ഞ അമ്മ എപ്പോഴോ ഈ മാക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ മുതൽ ഷെമീറിന് ചീട്ട് കളിക്കാൻ പറ്റും തോന്നില്ല, റോക്സാർ ടിക്കറ്റ് വലിച്ചു പറഞ്ഞോ മേക്ക. റോക്സി ടിക്കറ്റ് വലിച്ചു നീ പറഞ്ഞോ? അപ്പൊ ഞാൻ പേടിക്കൂല. നിന്നോട് ആര് പറഞ്ഞു മേക്കെ? നിന്നോട് ആര് പറഞ്ഞു? നീ പറയട്ടെ, ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ചീട്ടിയിലേക്ക് എംആർജി ക്യാഷ് ഫുള്ളായിട്ട് കൊണ്ടുവരാൻ നോക്കുമ്പോ ഷെമീറിന് ബാങ്ക് കിട്ടിയെന്ന് പറഞ്ഞാ പിന്നെ മൊത്തം പരിപാടി ഇതായില്ലേ, ഫ്ലോപ്പ് ആയില്ലേ? അല്ല, നിന്നോട് ആര് പറഞ്ഞു മേക്കെ? നിന്നോട് ആര് പറഞ്ഞു? ചാറ്റ് പറഞ്ഞ എടാ നിങ്ങളാടാ, നിങ്ങളാണ് വിഷപ്പാമ്പ്. ഇത് കഥ എന്തൊരു ട്വിസ്റ്റിലേക്ക് ഇത് പോകുന്നത്. എടാ നിങ്ങളാണ് ആള്. ഞാൻ നിങ്ങളെ എടാ നാറികളെ, നിങ്ങളാണ് നിന്റെ ആള്. ഞാൻ നിന്റെ എന്റെ ഇവരെന്ന് ഞാൻ സംശയിക്കുന്നത്. എന്ത് താല്പര്യമില്ലാന്ന് ഓരോ ഇതും വലിച്ചിട്ട്. എടാ നിങ്ങളാന്ന് കാരണം എന്നാണ് ഇവർ പറയുന്നത് കേട്ടാ. ചാറ്റ് ഈസ് ദ പ്രോബ്ലം. അതാണ്, ചാറ്റാന്ന് പ്രശ്നം. പറ ഒറ്റ വിഷം പിടിച്ച അവന്മാരാണ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ഷെമീർ കുടുങ്ങി, ഷെമീറിന് GTA കയറാൻ പറ്റൂല, അവര് രക്ഷിക്കുന്നു പറഞ്ഞത്. നിന്റെ ഇവന്റെ വിഷം പിടിച്ച ചാറ്റ് ആരാ വിഷം പിടിച്ച കുടുങ്ങിയ പോലെ ഞാൻ പോയി പറഞ്ഞത്. എന്റെ ചാറ്റിനെ കുറ്റം പറയാണ്ടല്ല. നീ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ സത്യമാണോ ഇല്ലയോ എന്നുള്ളത് നീ അറിഞ്ഞിട്ട് വേണം നീ പറയാന്. അല്ലാണ്ട് ചാറ്റിൽ നിന്റെ 4 ആള് വന്നിട്ട് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ചാറ്റിനെ കുറ്റം പറയാൻ വരും. 4 ആളല്ല ചാറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരുണ്ട്? ഇതിപ്പോ കാണുന്ന 6000 ആളുണ്ട്. ഈ 6000 ആളും പറയണോ? എടാ സംഭവം ശരിയന്നെ, പക്ഷെ ഒരു കാര്യം അറിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ അറിയാണ്ട് വെറുതെ പറയാൻ പറ്റുവാടാ. ഇതിപ്പോ നോക്കിയപ്പോഴത്തേക്ക് ഇതിപ്പോ സംഭവം എന്ന് പറഞ്ഞാൽ മാഗിനും ഷേക്കിനും പ്രത്യേകിച്ച് കണ്ടന്റും വ്യൂസ് ഒന്നും ഇല്ല.
അതെ അതന്നെ നീ ഒന്ന് കേട്ട എനക്കൊന്നും ഇതേമാരിക്കത്തെ ഇങ്ങനത്തെ മുമ്പിത്തിനെ കാട്ടിട്ട് വേണ്ട എനക്ക് ഉള്ള 10 വ്യൂസ് ആണെങ്കിലും ഞാൻ അത് വെച്ചാൽ പോകണം മോനെ എനക്ക് ഇതേമാരിക്കത്തെ കൊണ്ട് 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 വേറൊരു കാര്യമുണ്ട് ഷെയ്ക്കിന് 100 വാച്ചിന് 100 വാച്ചിനുണ്ട് റാംബോ ഭയങ്കര സൈഡാണ് ഒരു സ്ട്രീമേ ഇല്ല റാംബോ വേറെ കേസ് ഷെമീറ ഇനി നീ ഞാൻ പറയാ ഷെമീറ നിനക്ക് നമ്പർ ലീക്കോ കിട്ടാൻ പോവാണ് എടാ നമ്പർ ലീക്കായിന്നാ പറയുന്നത് എന്തിനാ അറിയോ റാംബോ നിന്റെ അക്കൗണ്ടിലാ കേറിട്ടാ കളിച്ചിനെ അതിന് ഞാൻ ഒരു സന്തോഷ വാർത്ത പറയാം എല്ലാവർക്കും നമ്പർ ലീക്ക് ആയിട്ടുണ്ട്. അല്ലല്ല ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം ഈ നമ്പർ ലീക്ക് എന്ന് പറഞ്ഞത് ചാറ്റ് ആണോ? ആ ചേട്ടാ അപ്പൊ പിന്നെ ചാറ്റ് അറിയാലോ ബാക്കി ഞാൻ പറഞ്ഞല്ലോ അത് ഫേക്കാ അങ്ങനെ ഒരു സംഭവം ഇല്ല അടുക്ക് ഞാൻ ഒന്ന് കൺഫേം ചെയ്യട്ടെ ഒറ്റ മിനിറ്റ് അല്ല എനിക്ക് എന്തോ ഡൗട്ട് അടിക്കുന്ന എനിക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കുന്ന അതിൽ സത്യം ഉണ്ടോ? കോള് വരും ലീക്കാണ് എന്റെ ഇപ്പൊ കോള് വരും ലീക്ക് അല്ല ലീക്കാണെങ്കിൽ ഇപ്പൊ 4 പേരും കോള് വരും. ഇതാ ഞാൻ പറഞ്ഞത് ചാറ്റിനെ വളരെ സൂക്ഷിക്കാം ഇവര് വന്നല്ലോ വന്ന് പറയും പ്രശ്നക്കാര് 4000 പേര് പറഞ്ഞു നീ ഇന്നസെന്റ് ആണ് ഇന്നലെ അത് പ്രശ്നം നീ കള്ളനായിയാ മനസ്സിലായോ നിന്നെ അതെ അങ്ങനെ വെക്കുമ്പോ ചാറ്റ് പറയുന്ന അപ്പൊ ചാറ്റിന്റെ പ്രശ്നമാണെന്നാണ് നിങ്ങളെല്ലാം പറയുന്നത്. ഓക്കെ ഷെമീർ ഒരു കാര്യം ചോദിക്കട്ടെ നിന്നെ പറ്റി വന്ന് ചാറ്റ് ഇവിടെ പറയുമ്പോ ഞാൻ ഇവിടുന്ന് ലൈവിൽ എണ്ണിച്ചു പോയി വിവരാവകാശം കൊടുക്കാം മുനിസിപ്പാലിറ്റി പോയിട്ട് അതൊക്കെ കൺഫേം ആക്കിട്ട് വന്നിട്ട് അല്ല ഞാനൊരു കാര്യം എടാ അതിലൊരു സത്യം ഉണ്ടോ അറിയണ്ട ഒരു ഇതായിട്ടുള്ള ഒരു കാര്യമല്ല ഒരു പെണ്ണ് എന്റെ പേരിൽ കരഞ്ഞു എന്ന് പറയുന്നത് അതിൽ സത്യം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണ്ട അല്ലാണ്ട് വെറുതെ അങ്ങനെ വന്നിട്ട് പറയാൻ പറ്റുമോ? ഞാൻ പോയി നോക്കി അല്ലല്ല ഒരു പെണ്ണാണ് ഇത് പറയുന്നത് മനസ്സിലാക്കണ്ട എന്താറിയോ ഇതില് സീരിയസ് ആയിട്ട് കുറച്ച് ഭാഗങ്ങള് ഇതിന്റെ വേറൊരു ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കാത്ത ഒരു ഭാഗം എന്ന് വെച്ചാല് പുച്ച് ഇതേ നീ പറയൂന്ന് എനിക്കറിയാം വെച്ചോ. ഇവന്മാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവരെല്ലാം ആടെ എൻജോയ് ചെയ്യുന്നടാ ഇവരാടെ എൻജോയ് ചെയ്യുന്നു. ലോട്ട എനിക്ക് പോവാനും പറ്റിയിട്ടില്ല. ഞാൻ പിന്നെ ലൈവ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എനിക്ക് ലൈവ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ പോയിട്ടില്ല. ഇവരവിടെ പൊളിക്കുന്നു റിസോർട്ടിൽ പോയിട്ട് അടിച്ച് പൊളിക്കുന്നു പുല്ല്. വീഡിയോ കോൾ ചെയ്യണ്ടായിരുന്നു ഇത് കാണുമ്പോൾ എന്തോ ആകുന്നു അവർ ഫണ്ട് എടുക്കുന്ന കാണുമ്പോൾ. കുഴപ്പമില്ല നമുക്ക് നമ്മളെ പരിപാടിയായിട്ട് മുമ്പോട്ട് പോവാം.